പറ്റിയിട്ട് ഒരു ഉമ്മ കരുതേണ്ടതേ ഓള് മരുവോള വേറൊരുമ്മന്റെയും വാപ്പന്റെയും മോളാന്നല്ല, എന്റെ മോക്ക് സമാനെന്നാണ്. ആ ചിന്ത ഒരു വീട്ടിൽ ഒരു ഉമ്മക്കുണ്ടെങ്കിൽ മരുക്കളും ഉമ്മാരും തമ്മിലുള്ള സർവ്വ പണക്കും അവസാനിക്കും. എന്റെ മോളെ മറ്റൊരു വീട്ടിൽ കൊണ്ടുപോയിട്ട് അവിടുത്തെ അമ്മ കണ്ണും കാലും കാണിച്ച് അല്ലെങ്കിൽ കുത്തിപ്പറഞ്ഞ് സങ്കടപ്പെടുത്തുന്നത് ഏതെങ്കിലും ഒരു ഉമ്മാക്ക് ഇഷ്ടമുണ്ടാവും? നിങ്ങളൊന്ന് ചിന്തിക്കും. അതേപോലെ തന്നെ പടച്ചോൻ എന്റെ മോൻ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണ് എന്റെ വീട്ടിൽ അനുഭവിക്കുന്ന വേദന പടച്ചോന്റെ അടുത്ത് എന്റെ നിലവാരം കളയാണ്, എന്റെ വില ഇടിച്ചു കളയാണ് എന്നൊരു ഉമ്മാക്ക് ചിന്തിക്കാൻ പറ്റണം, വാപ്പാക്ക് ചിന്തിക്കാൻ പറ്റണം. കാരണം അള്ളാഹുവിന്റെ റസൂലുള്ള പഠിപ്പിച്ച മതം എന്ന് പറഞ്ഞാൽ നിസ്കരിക്കലും നോമ്പൊൽക്കലും മാത്രമല്ല. നമ്മൾ കാരണം മറ്റൊരു വേദനിക്കാതിരിക്കലാണ് ഇസ്ലാം. നമ്മൾ കാരണം കരയാതിരിക്കലാണ് ഇസ്ലാം. കയറി വന്ന പെൺകുട്ടിയുടെ കയ്യിൽ നിന്നും മുന്തിരി വാങ്ങിത്തുന്ന വാക്കുകൾ ആ ഹദീസിന്റെ സനദുകളിൽ വഴീഫുണ്ടെങ്കിൽ പോലും ചരിത്രങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ. സ്നേഹം കൊടുത്താലേ തിരിച്ചു കിട്ടൂ. അതാർക്ക് കൊടുത്താലും അത് തിരിച്ചു കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ കൊടുക്കണം, മക്കൾക്കും കൊടുക്കണം. അതേപോലെ കയറി ചെല്ലുന്ന വീട്ടിലേക്ക് ആ ഉമ്മ എത്ര മനസ്സറിഞ്ഞ് സ്നേഹിച്ചിട്ടും ആ ഉമ്മാനെ പറ്റി കുറ്റം പറഞ്ഞുണ്ടാക്കുകയും വെറുപ്പിക്കുകയും അവസാനം ഉമ്മാനെ ഒറ്റപ്പെടുത്തുകയും പറഞ്ഞുണ്ടാക്കിയതിന്റെ പേരിൽ സ്വയം പിയാപ്പനെ പിടിച്ചിറക്കി കൊണ്ടുപോവുകയും ചെയ്യുന്ന മരുക്കളുണ്ട്. അതിലൊന്നും ഒരു ബർക്കത്തും ഉണ്ടാവില്ല കേട്ടോ, അതിലൊന്നും ഒരു സമാധാനം ഉണ്ടാവില്ല. ഏത് കൊട്ടാരത്തിൽ ജീവിക്കുന്നു അവകാശപ്പെട്ടാലും നമ്മളെ നേരെ അങ്ങനെയൊക്കെ ഒരു അവസ്ഥ വരുമ്പോഴേ നമുക്ക് അതിന്റെ വിലയറിയൂ. അത് വരൂലെന്നൊന്നും പറയാൻ പറ്റൂല. മക്കളുണ്ടോ പടച്ചോൻ അത് അനുഭവിപ്പിച്ചിട്ടേ തിരിച്ചു വിളിക്കുകയും ചെയ്യും. കയറി ചെല്ലുന്ന വീട്ടിൽ എന്റെ ഉമ്മാക്ക് സമാണെന്ന് ചിന്തിക്കണം. എന്റെ ഭർത്താവിന്റെ അമ്മന്റെ എന്ത് കുറ്റുണ്ട് എന്നുള്ള ഇനി ചിന്തിക്കല്ലേ, ആ അമ്മന്റെ എന്തൊക്കെ നല്ലതുണ്ട് എന്ന് ചിന്തിക്കും. എന്നിട്ട് ആ നല്ലതിനെങ്ങി സ്നേഹിച്ചു തുടങ്ങി. ആ ഉമ്മാന്റെ വയറിന്റെ പ്രാണനറിഞ്ഞൊരു മോനെ പടച്ചോൻ എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ പരിഗണന ഉമ്മാക്കും കൂടിയും കൊടുക്കണം. അങ്ങനെ പരസ്പരം സ്നേഹിക്കാൻ മനസ്സൊന്ന് സ്നേഹിച്ചു നോക്കിയാൽ തന്നെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ കുറവായി കിട്ടും. ഇന്നതല്ല, എന്തുണ്ട് കുറ്റം എന്ന് തിരയുന്നത് കൊണ്ടാണ് കുടുംബത്തിൽ എല്ലാ പ്രശ്നവും.